വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിലെത്തുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് നിയമമായി മാറുകയും ചെയ്യുമെന്ന് ഉറപ്പായിരിക്കെ 4 വോട്ടിനു വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വത്തുവകകളെ വഖഫ് ബോർഡിന് കീഴിൽ അടിയറ വയ്ക്കാനൊരുങ്ങിയ കോൺഗ്രസ് പാർട്ടിക്ക് ആകെ ഹാലിളകിയിരിക്കുകയാണ്. ക്രിസ്തു പഠിപ്പിച്ചത് സമാധാനത്തിന്റെയും അഹിംസയുടെയും മാർഗമായിരുന്നതിനാൽ ക്രൈസ്തവരിൽ ഭൂരിഭാഗവും ഇക്കാലമത്രയും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് തിരിച്ച് നന്ദിയോ സ്നേഹമോ കാണിക്കാതെ ക്രൈസ്തവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന പല നടപടികളെയും കോൺഗ്രസ് പിന്തുണയ്ക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ ഇത്തരം നിലപാടുകൾ തിരുത്തിപ്പിക്കാൻ ഉറപ്പിച്ചിറങ്ങിയ ക്രൈസ്തവർക്കെതിരെ അസഹനീയതയോടെ പല്ലിറുമുകയാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ. അതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്നലെ ഉള്ളിക്കൽ പള്ളി അങ്കണത്തിൽ വെച്ച് ഫിലിപ്പ് കവീലച്ചനെതിരെ ഇരിക്കൂർ MLA ആയ സജീവ് ജോസഫ് MLA നടത്തിയ രോക്ഷപ്രകടനം. മുനമ്പം സമരത്തിന് ശക്തമായ പിന്തുണയുമായി കേരളത്തിലെ കത്തോലിക്ക സഭകൾ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ ക്രൈസ്തവ സമുദായത്തിന് ഗുണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നും നമ്മൾ രാഷ്ട്രീയ അടിമകളാകരുതെന്നും വ്യക്തമാക്കിക്കൊണ്ട് കവീലച്ചൻ പ്രസംഗിച്ചതാണ് KC വേണുഗോപാലിന്റെ അരുമശിഷ്യനായ സജീവിന് കലിപ്പുണ്ടാക്കിയത്. കവീലച്ചൻ രാഷ്ട്രീയം പ്രസംഗിക്കുകയോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുകയോ ചെയ്തില്ലെങ്കിലും വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികൾ മനസ്സിലാക്കി ക്രൈസ്തവ സമൂഹം ഉണർന്നു പ്രവർത്തിച്ചാൽ പിന്നെ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് ഉറപ്പുള്ളതിനാൽ കിളിപറന്ന സജീവ് ജോസഫ് വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന അച്ഛനോട് പള്ളിമുറ്റത്ത് വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അച്ഛനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് എന്ന് പറഞ്ഞ് തർക്കിക്കുകയും അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തു. ഈ രീതിയിൽ തുടർന്നാൽ മെത്രാനോട് പരാതി പറയുമെന്നും പറഞ്ഞായിരുന്നു MLAയുടെ രോക്ഷപ്രകടനം. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭയിൽ പ്രമേയം വന്നപ്പോൾ സജീവിനെ പോലെ ക്രൈസ്തവ നാമധാരികളായ MLAമാർ കോൺഗ്രസിലുണ്ടായിട്ടും സ്വന്തം സമുദായത്തെ ചവിട്ടിക്കൂട്ടി മറ്റൊരു വിഭാഗത്തെ സുഖിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയതുകൊണ്ട് തന്നെയാണ് മുനമ്പം സമരത്തെ പിന്തുണച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് ഒന്നടങ്കം കളത്തിലിറങ്ങേണ്ടതായി വന്നത്. അതോടെ കോൺഗ്രസിന്റെ അടിത്തറയിൽ വിള്ളൽ വീണു തുടങ്ങി എന്ന് പലർക്കും ബോധ്യമായി തുടങ്ങി. അതിനാൽ കോൺഗ്രസ് നേതാക്കളും അണികളും ഇപ്പോൾ പരിഭ്രാന്തരായി മാറിയിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള എല്ലാ ക്രൈസ്തവ സംഘടനകളും രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് പ്രശ്നാധിഷ്ഠിത പിന്തുണയുമായി ഇറങ്ങിയാൽ ഏത് പ്രശ്നത്തിലും നീതി നോക്കാതെ പ്രീണനം മാത്രമായി മുന്നോട്ട് നീങ്ങുന്ന തങ്ങൾക്ക് കിട്ടുന്നത് 8ന്റെ പണിയായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യമായി തുടങ്ങി. അതിന്റെ പ്രതിഫലനമായ രോക്ഷപ്രകടനമാണ് ഇന്നലെ കണ്ണൂർ ഉള്ളിക്കൽ പള്ളിയിൽ നടന്ന സംഭവം. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനോട് ക്രൈസ്തവ സമൂഹത്തിന് പറയാനുള്ളത് ഇതാണ്: ഇത്തരം ഓലപ്പാമ്പുകൾ കണ്ട് നിലപാട് തിരുത്താതെ ധൈര്യമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. കാരണം എല്ലാവർക്കും എന്നതുപോലെ ക്രൈസ്തവർക്കും അവരുടെ മാതൃരാജ്യവും അവരായിരിക്കുന്ന സമൂഹവും ആകണം ഒന്നാമത്. അത് കഴിഞ്ഞിട്ട് മതി രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾ. അതിനാൽ ഇനി അങ്ങോട്ട് ആര് ക്രൈസ്തവ സമുദായത്തെ സഹായിക്കുന്നുവോ അവർക്കൊപ്പം നിലയുറപ്പിക്കാൻ എല്ലാ ക്രൈസ്തവ സംഘടനകളും ഐക്യത്തോടെ മുന്നോട്ട് വരണം. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ ഭീഷണിയുമായി ഇറങ്ങിയവരെല്ലാം മുട്ടുമടക്കി സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്തേക്ക് വരുന്നത് ക്രൈസ്തവ സമുദായം കാണുക തന്നെ ചെയ്യും.